നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? പ്രസന്റേഷൻ കാണാം. ഒരു സെക്കൻഡ്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ പ്രസന്റേഷൻ? ഓക്കെ, ഞാൻ കുറച്ചു നേരം കൂടെ ചോദിക്കുന്നു, എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് വെച്ചാൽ? എന്താ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി എന്ന് പറഞ്ഞാലോ? നമ്മളൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പുതിയ പ്രോജക്റ്റ് കൊണ്ട് എന്തെങ്കിലും എൻവയോൺമെന്റൽ ഇഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഹസാർഡ്സോ അല്ലെങ്കിൽ നിയർ ബൈ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്റ്റഡിയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. So it is defined as a systematic identification and evaluation of the potential impact of the proposed project, plans, program or legislative action of the physical, chemical, biological, cultural and socio-economic components of the total environment. ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ പുതിയ പ്രോജക്റ്റ് കൊണ്ട് എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടാകുമോ എന്ന് നമ്മൾ നേരത്തെ സ്റ്റഡി ചെയ്യുവാണ്. അതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു റെയിൽവേ ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹൈ റൈസ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം. അപ്പോൾ ഏതൊരു ടൈപ്പ് കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും എന്ത് വേണം? ഒരു ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണം. സോ നാഷണൽ എൻവയോൺമെന്റൽ പോളിസി ആക്ട്. അപ്പോൾ നാഷണൽ എൻവയോൺമെന്റൽ പോളിസി ആക്ട് എന്ന് പറയുന്നതും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി തന്നെയാണ്. അപ്പോൾ നാഷണൽ എൻവയോൺമെന്റ് പോളിസി ആക്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം എന്നാണ് പറയുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയിൽ. So we should study about the social impacts, environmental impacts, economic impacts, public input, transportation needs. ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോയി വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെയാണ് പറയുന്നത്. അത് കണക്ക് തന്നെ. അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് സ്റ്റഡി ചെയ്യണം? ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രപ്പോസൽ ആയിരിക്കും തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യണമെന്നാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി പറയുന്നത്. അത് തന്നെയാണ് നാഷണൽ എൻവയോൺമെന്റൽ പോളിസി ആക്ടിലും പറയുന്നത്. The primary purpose of environmental impact assessment process, also called National Environment Policy Act, is to encourage the consideration of the environment in planning and decision making. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തിയിരിക്കണം. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തേണ്ട കാര്യമില്ല. അപ്പോഴേക്കും നമുക്ക് ആ എൻവയോൺമെന്റിനെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിന് ഡാമേജസ് ഉണ്ടായിരിക്കും. It is a planning tool which help planners in predicting the future impacts. So it is a planning tool which helps the planners in predicting the future impact of different developmental activities. അപ്പോൾ ഒരു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. ഫെർട്ടിലൈസേഴ്സ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. അതിനകത്ത് നിന്ന് വരുന്ന വേസ്റ്റിനകത്ത്, സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റിനകത്ത് കെമിക്കൽസിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു എഫ്ലുവന്റ് വേസ്റ്റ് നമുക്ക് ഫാക്ടറിയുടെ പുറത്തേക്ക് തള്ളുമ്പോൾ എന്തായിരിക്കും? ആ നിയർ ബൈ റിസോഴ്സ്, അപ്പൊ നിയർ ബൈ ലാൻഡ് റിസോഴ്സ് ആയാലും വാട്ടർ റിസോഴ്സ് ഒക്കെ ആയാലും അതിനെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അത് കണക്ക് തന്നെ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണ്, ഫോർ എക്സാമ്പിൾ. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കകത്ത് നമുക്ക് എന്താണ് ഒരുപാട് ഡൈസ് യൂസ് ചെയ്യും, കളേഴ്സ് യൂസ് ചെയ്യും. നൂലിനകത്ത് നമ്മൾ ഒരുപാട് ടൈപ്പ് കളേഴ്സ് യൂസ് ചെയ്യും. അപ്പൊ ആ കളേഴ്സ് എന്താ ചെയ്യുന്നത്? അതൊരു എഫ്ലുവന്റ് വേസ്റ്റ് ആയിട്ട് അവർ പുറത്തേക്ക് തള്ളും. ഇപ്പൊ നൂലിൽ ഇപ്പൊ ക്ലോത്തിലേക്ക് അല്ലെങ്കിൽ ആ നൂലിലേക്ക് കളർ മിക്സ് ചെയ്തതിനു ശേഷം അതിനകത്തുനിന്ന്
ഒരു കുറച്ച് എഫ്ലുവൻ്റ് ആയിട്ട് കുറച്ച് ലിക്വിഡ് വേസ്റ്റ് കളർ വേസ്റ്റ് പുറത്തേക്ക് തള്ളും. അത് നിയർ ബൈ വാട്ടർ റിസോഴ്സും ലാൻഡിലും കിടന്ന് ലാൻഡിലാണ് വീഴുന്നതെങ്കിൽ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി എഫക്ട് ചെയ്യും. നിയർ ബൈ വാട്ടർ റിസോഴ്സിലേക്കാണ് അത് തള്ളുന്നതെങ്കിൽ ആ വാട്ടറിന്റെ ക്വാളിറ്റി അത് എഫക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഇമ്പാക്ട്സ് ആൻഡ് ഇമ്പാക്ട്സിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പ്ലാനിംഗ് ടൂൾ വിച്ച് ഹെൽപ് ദ പ്ലാനേഴ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഇമ്പാക്ട്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നതാണ്, it provide information about adverse environmental effects, predict the overall risk arising from any activity, help in identifying areas where risk can be possibly reduced. ഇപ്പോൾ നമുക്കറിയാം എന്തായാലും ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാം, അങ്ങനെ മെത്തഡോളജീസ് എങ്ങനെ. ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ വേണമെന്ന് പറയാൻ പറ്റില്ല. ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് എന്തിനു വേണം? ഇൻഡസ്ട്രിയലൈസേഷൻ വേണം, നമുക്ക് ഫാക്ടറീസ് വേണം, അത് കണക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം. ഇതൊന്നും വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് മാക്സിമം എന്താണ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയാണ് എങ്ങനെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആക്കാം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് പ്രീവിയസ് രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ് പഴയ രീതിയിലൊക്കെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാകും. അപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫോസിൽ ഫ്യൂൽസിന്റെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഫോസിൽ ഫ്യൂൽസ് സച്ച് എസ് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതിന്റെയൊക്കെ യൂസ് എന്താ കോസ് ചെയ്യുന്നത്? ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമാറ്റിക് ചേഞ്ചും കോസ് ചെയ്തു. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്താ അഡോപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഗ്രീൻ ഫ്യൂൽസ്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് പവർഡ് വെഹിക്കിൾസ്, അങ്ങനെയൊക്കെയുള്ള എന്താണ് ടെക്നോളജിക്കൽ ഫോസിൽ ഫ്യൂൽസ് മാക്സിമം റെഡ്യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ആസ് എ സോഴ്സ് ഓഫ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. സോ വാട്ട് ഈസ് ദ നീഡ് ഓഫ് എൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്? സോ എന്താണ് ഇമേജസ് പറയുന്നുണ്ട്, എന്താണ് ഇറ്റ് ക്യാൻ കോസ് വാട്ടർ പൊല്യൂഷൻ, കോസ് ഫോറസ്റ്റ് ഫയർ, സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. വാട്ട് ഈസ് ദ നീഡ് ഫോർ എൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്? എന്തുകൊണ്ടാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ആവശ്യകത? സോ എൻവയോൺമെന്റ് ഈസ് composed of biotic and abiotic components. എന്താണ് ബയോട്ടിക്, എന്താണ് abiotic എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. So there is a dynamic equilibrium between these components. When a project is undertaken, it tends to disturb this component. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എയർ പൊല്യൂഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിനകത്ത് ഡിഫറെന്റ് ഗ്യാസസ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിനകത്ത് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉണ്ട്. ആ ഗ്യാസസിന് ബൈ നേച്ചർ ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് ക്രമാതീതമായി എന്താണ് അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് വേണം. എന്തിനാണ്? പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് ആണ് ഫോട്ടോസിന്തസിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിലും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് കോസ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, there is a dynamic biotic and abiotic components in the atmosphere in the planet. So when a project is undertaken, it tends to disturb these components. അപ്പോൾ ഈ ഒരു നാച്ചുറൽ കോമ്പോണൻസ്, ഇപ്പൊ ബയോട്ടിക്കും എബയോട്ടിക്കും കോമ്പോണൻസ് തമ്മിലുള്ള ആ ഒരു പ്രപ്പോർഷൻസ് വളരെ രീതിയിൽ വേരി ചെയ്താൽ എന്ത് സംഭവിക്കാം? ഇറ്റ് ക്യാൻ കോസ് ഹാർംഫുൾ എഫക്ട്സ്. So to maintain the quality of environment, it is essential that the perspective impact on environments are studied on time and remedial measures to be taken so as to promote sustainable and holistic development of the environmental impact assessment example, forest ecosystem. So forest ecosystem, animals. It provides firewoods, resins, timber, and medicinal herbs. When a project is undertaken, forest നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ ആ നാച്ചുറൽ എക്കോസിസ്റ്റത്തിനെ അത് എഫക്ട് ചെയ്യും.
അപ്പോൾ ചില പ്ലാന്റ്സിന് എന്താണ് ഒരു ഫോറസ്റ്റിനകത്ത് വളരെ റെയർ സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ടാവും, റെയർ സ്പീഷീസ് ഓഫ് എന്താണ് പ്ലാന്റ്സ്, അത് കണക്ക് തന്നെ ട്രീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു റോഡിന്റെ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു ഹൈവേ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഡാമോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്ട്രോയ് എക്കോസിസ്റ്റം. അപ്പോൾ നമുക്ക് എന്തായാലും റോഡും അത് കണക്ക് ഡാംസും ഒക്കെ അത്യാവശ്യമാണ്. പക്ഷേ എന്തുമാത്രം എഫക്ട്സ് അവിടെ ഉണ്ടാകും, അങ്ങനെ എഫക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എഫക്ട്സ് മാക്സിമം റെഡ്യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കൺസ്ട്രക്ഷൻ നടത്താം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അവിടുത്തെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി കമ്പൽസറി ആയിട്ടും നടത്തണം. സോ അത് കണക്കന്നെ ഇറ്റ് ഓൾസോ സജസ്റ്റ് ഓൾട്ടർനേറ്റ് പ്രോജക്ട് സൈറ്റ്സ് ആൻഡ് ഓൾട്ടർനേറ്റ് പ്രോസസ് ടെക്നോളജീസ്. അപ്പോൾ നമുക്ക് ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അവിടെ ഉണ്ടാകുമെന്ന് തോന്നിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റ് സൈറ്റ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് മോസ്റ്റ് മോഡേൺ കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്താണ് ട്രീസ് വരെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് റീപ്ലാന്റ് ചെയ്യാനുള്ള അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹൈവേ പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് ഒരുപാട് ട്രീസ് കട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ട്രീസ് ഒരുപാട് കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിനെ അത് ഒരുപാട് എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ട്രീസ്, ഒരു പുതിയ ട്രീ ഒരു ചെടി വെച്ച് വലുതായി വരുന്ന സമയം കുറെ സമയം എടുക്കും. അപ്പോൾ ട്രീസ് വലിയ ട്രീസ് ഒക്കെ അതേ കണക്കിന് റീപ്ലാന്റ് ചെയ്യാൻ, അതേ കണക്കിന് മൂവ് ചെയ്ത് റീപ്ലാന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാം. So next one, an ideal environmental impact assessment system. So an ideal environmental impact assessment would be applied to all projects that are expected to have a significant environmental effect and address all impacts that are expected to occur to that project. Compare alternatives to a proposed project. So the ideal environmental impact assessment system apply to all projects that are expected to have a significant environmental effect and address all impact that are expected to occur due to that project. ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തുമ്പോൾ എന്താണ് ആ ഒരു പ്രോജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും റൈറ്റ് ഫ്രം ദ കൺസ്ട്രക്ഷൻ സ്റ്റേജ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഒരു സിവിൽ പ്രോജക്റ്റ് ആകുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ നമുക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സിന്റെ ആവശ്യം ഉണ്ടാവും. കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ നാച്ചുറൽ റിസോഴ്സിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ സ്റ്റോൺസ് വേണം. അപ്പൊ ആ സ്റ്റോൺ എവിടുന്നാ വരുന്നത്? ആ സ്റ്റോൺസ് വരുന്നത് മൗണ്ടൻസിൽ നിന്നാണ്. അപ്പൊ മൗണ്ടൻസിൽ നിന്നാണ് സ്റ്റോൺസ് വരുന്നത്. പിന്നെ വാട്ടർ വേണം. ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിനകത്ത് എല്ലാ സ്റ്റേജിലും വാട്ടർ ഉണ്ടാകണം. അത് പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ആയിരിക്കണം. ഹാർഡ് വാട്ടർ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും അത് കൺസ്ട്രക്ഷന് ടൈമിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് കോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ്, കമ്പയർ ഓൾട്ടർനേറ്റീവ്സ് ടു പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി പ്രപ്പോസ് ചെയ്ത പ്രോജക്റ്റിന് ഒരുപാട് എൻവയോൺമെന്റൽ ഹസാർഡ് ആണെങ്കിൽ എന്താ ചെയ്യുക? ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ റെയിൽവേ പ്രോജക്ട്, പുതിയ റെയിൽവേ ലൈൻ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പം സാറ്റലൈറ്റ് സർവേ നടത്താറുണ്ട്. എന്തിനാ സാറ്റലൈറ്റ് സർവേസ് ചെയ്യുന്നത്? സാറ്റലൈറ്റ് സർവേ ചെയ്താൽ ആൾപ്പാർപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? റെയിൽവേ ലൈൻസിന്റെ ട്രാക്ക് നമുക്കിടാം. അതിനാണ് നമ്മൾ സാറ്റലൈറ്റ് സർവേ. അപ്പൊ നമുക്ക് റെയിൽവേ ലൈൻസ് കൂടുതൽ ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ ആ റെയിൽവേ ലൈൻസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതേ കണക്കിന് നാഷണൽ ഹൈവേസ്, ചില നാഷണൽ ഹൈവേസ്, ഇപ്പോൾ നാഷണൽ ഹൈവേ നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ബൈപ്പാസ് റോഡുകൾ എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഒരു ഷോർട്ടസ്റ്റ് റോഡ് ടൗണിലൊന്നും ടച്ച് ചെയ്ത ഒരു ഷോർട്ടസ്റ്റ് പാത്ത് ആയിട്ടാണ് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതും പലപ്പോഴും ആൾപ്പാർപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ ആ പോർഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ടു മിനിമൈസ് ആൾക്കാർക്ക് മാക്സിമം ഡിസ്റ്റർബൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. So it results in clear environmental impact statement which convey the importance of the likely and the specific characteristics to non-experts in the field. So ഒരു environmental impact study എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. importance of the likely and the specific characteristics to the non-experts in the field. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നില്ല. ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തി കഴിയുമ്പോൾ
അത് എങ്ങനെയാണ് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിയർ ബൈ സറൗണ്ടിങ് പീപ്പിൾസിനെ എഫക്ട് ചെയ്യുന്നത്, അതെങ്ങനെ ലൈവ്ലിഹുഡിനെ ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഒരു 2013 കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, തിരുനെൽവേലി ഡിസ്ട്രിക്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, തിരുനെൽവേലി ഡിസ്ട്രിക്ട്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കേരളത്തിനും തരുന്നുണ്ട്. അപ്പോൾ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് 2012 ഓപ്പൺ, 2012-13 ആ സമയത്താണ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യാതിരിക്കാനായിട്ട് ഒരുപാട് സമരങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് വരെ അതിന്റെ സമരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തിയപ്പോൾ അവര് പറഞ്ഞിരുന്നു അത് നിയർ ബൈ സീ ആണ്, കടലിനോട് ചേർന്നിട്ടാണ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിൽക്കുന്നത്. ആ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്ന അവിടുത്തെ ഫിഷർമെനെ ആയിരിക്കും. എങ്ങനെയാ ഫിഷർമെൻസിനെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കടലിനോട് ചേർന്നതായതുകൊണ്ട് ഇറ്റ് വിൽ എഫക്ട് അക്വാട്ടിക് ഓർഗാനിസംസ്, അക്വാട്ടിക് ലൈഫിനെ എഫക്ട് ചെയ്യും. അപ്പോൾ എന്താണ്, കടലില് മീനുകളുടെ ഒക്കെ എണ്ണം കുറയാനും അത് കണക്ക് തന്നെ ആ ഒരു റീജിയനിൽ നിന്ന് ഫിഷസ് ഒക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്റ്റഡീസ് ഒക്കെ റിജക്ട് ചെയ്തിട്ടാണ് ആ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്തത്. പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ അപ്പോഴേക്കും പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്തു, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. Okay. What is an ideal environmental impact system? So, a systematic process of identifying future consequence of a current or proposed action. So, an ideal environmental impact assessment system എന്ന് പറഞ്ഞാൽ എന്താണ്? A systematic process of identifying future consequence of a current or proposed action. So, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും? Transparency, certainty, participation, flexibility, cost effectiveness, credibility, accountability. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ്. So what is an ideal environmental impact assessment system? An ideal environmental impact assessment system, it includes broad public participation and administrative review procedures. അപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു റോഡിന്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് കൊണ്ട് എഫക്ട് ചെയ്യുന്നതിന് നിയർ ബൈ സറൗണ്ടിങ് ഏരിയാസിലുള്ള ആൾക്കാർക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക് ആൻഡ് ഒപ്പീനിയൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. ഇറ്റ് ഇൻക്ലൂഡ് ബ്രോഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ബി ടൈംഡ് സോ ആസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മളൊരു സർവേ നടത്തി കഴിയുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് എന്താണ് ടൈംലി എന്താണ് ഒരു പ്രപ്പോസ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ആ സർവേസും സ്റ്റഡീസും ഒക്കെ നടത്തണം ടു മേക്ക് ഡിസിഷൻ, പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ പ്രോജക്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുമോ, ആ പ്രോജക്റ്റ് ഡിസ്കാർഡ് ചെയ്യാമോ, ആ പ്രോജക്റ്റോട് മുന്നോട്ട് പോകുവാണെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ വേരിയേഷൻസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡിസൈൻ വേരിയേഷൻസ് നടത്തണം എന്നൊക്കെ അറിയണമെങ്കിൽ be timed so as to provide information. So be enforceable. Fourth one, include monitoring and feedback procedures. The purpose of EIA is to help design projects which enhance the quality of the environment by examining alternatives and remedial measures throughout the entire course of planning and designing of the development projects. So ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് എഫക്ട്സ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്താണ്, ഒരു കെമിക്കൽ ഫാക്ടറി ആണെങ്കിൽ കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്താണ്, ഇറ്റ് വിൽ ഹാം ദ നിയർ ബൈ സറൗണ്ടിങ്സ്. അപ്പോൾ ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റിനെ അത് ട്രീറ്റ് ചെയ്ത് വേറൊരു ഫോമിലാക്കാം. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിനെ കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് പോലെ ആക്കാം. കെമിക്കൽ ഫാക്ടറി എന്നാണ് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റിനെ അത് കൺവേർട്ട് ചെയ്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ എന്താണ് അതിന്റെ ഹസാർഡ്നെസ് കുറയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ അതാണ് ആ പറയുന്ന ലാസ്റ്റ് പോയിന്റ്. So what are the goals of an environmental impact assessment? Goals of environmental impact assessment. So resource conservation. ഇപ്പൊ എന്താണ്, നാച്ചുറൽ റിസോഴ്സിന്റെ കൺസർവേഷൻ. വേസ്റ്റ് മിനിമൈസേഷൻ. എന്താണ് വേസ്റ്റ്? ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ തന്നെ
ഭൂമിക്ക് താങ്ങാൻ പറ്റാത്തിടത്തോളം വേസ്റ്റ് ആണ് നമ്മുടെ ഭൂമിയുടെ മുകളിൽ കിടക്കുന്നത്. ഭൂമിയുടെ മുകളിൽ മാത്രമല്ല കടലിനടിയിലും കിടക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതോടെ തന്നെ എന്താണ് ഡംപിങ്ങും കൂടുതലായിട്ട് വരുവാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക്, PPE കിറ്റ്, ഇതെല്ലാം എന്താണ്, മാസ്ക് കൂടുതലും നമുക്ക് ക്ലോത്തും റീയൂസബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ PPE കിറ്റ് അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് തന്നെയാണ്, വൺ ടൈം യൂസ് ആണ്. അതൊക്കെ എവിടെ കിടക്കുന്നത്? അതൊക്കെ നമ്മുടെ എന്താണ് എർത്തിന് മുകളിൽ ഒരു ഭാരമായിട്ട് കിടക്കുവാണ്. അല്ലെങ്കിൽ അത് ബേൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബേൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്താണ് എയർ പൊല്യൂഷൻ കോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. Recovery of byproducts. The main aim of environmental impact assessment, the third point, recovery of byproduct, efficient use of equipment, sustainable development. So ഈ അഞ്ച് കാര്യങ്ങളാണ് the main aim of environmental impact assessment എന്ന് പറയുന്നത്. Resource conservation, waste minimization, recovery of byproduct, efficient use of equipment, sustainable development. So next പറയുന്നത് methodology of environmental impact assessment. Methodology. So environmental impact assessment എങ്ങനെയാണ് നമ്മൾ carried out ചെയ്യുന്നത്? It is a procedure which ensures that developmental activities cause minimal environmental side effects without reducing the productivity of natural system and without destroying the ecological balance. So environmental impact assessment, our study എന്ന് പറഞ്ഞാൽ which ensures that the developmental activities causes minimal environmental side effects without reducing the productivity of natural system and without destroying the ecological balance. So next പറയുന്നത്, the EIA helps to identify the major areas of environmental damage. So it helps in identify the major areas of environmental damage due to developmental activities in a systematic and comprehensive manner, and also suggest remedial measures to minimize the negative impacts. So അപ്പോൾ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അറിയാം എന്താണ് ഏറ്റവും കൂടുതൽ ഡാമേജസ്, ഏറ്റവും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ അതിനെ എഫക്ട് ചെയ്യാൻ പോകുന്ന പോർഷൻസ് ഏതാണ്, അതിനെങ്ങനെ നമുക്ക് പഴയ കണക്കാക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. So the environmental impact assessment methodology consists of 4 phases. So 4 കാര്യങ്ങളായിട്ടാണ് ആ സ്റ്റഡീസ് നടത്തുന്നത്. First one, organizing the job. Second one, performing the assessment. Third one, writing the environmental impact statement. And last one, review of the environmental impact statement. So first one, organizing the job. Second one, performing the assessment. Third one, writing the environmental impact statement. And last one, review of the environmental impact statement. Or first point പറയണം, organizing the job. അപ്പോൾ ഓർഗനൈസിങ് ദ ജോബ്, അപ്പോൾ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് വൺ, ഓർഗനൈസിങ് ദ ജോബ്. ഇറ്റ് ഇസ് എ സ്റ്റെപ്പ്. ഇൻ ദിസ് സ്റ്റെപ്പ് ആൻ interdisciplinary team is constituted to construct the analysis of various impact of proposed program on the environment. അപ്പോൾ നമുക്ക് സ്റ്റഡി നടത്താൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. അപ്പോൾ 1-2 ആൾക്കാരായിരിക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എൻവയോൺമെന്റലിസ്റ്റ് ആയിരിക്കും ആ സ്റ്റഡി നടത്തുന്നത്. 2 or 3 persons. It consists of 2 or 3 persons trained in different field with knowledge of concepts, method, data and terms related to that subjects. Interdisciplinary team in conducting EIA analysis. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും നമുക്ക് ആ ഒരു അനാലിസിസ് നടത്താനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. Next one, so ആ ടീമിൽ ആരൊക്കെ ഉണ്ടാവും? The team include geologist. Geologist എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് റോക്സ്. ജിയോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റോക്സ്, നമ്മുടെ സർഫേസിനുള്ളതും എർത്തിന്റെ ഇന്റീരിയറുള്ളതും നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരാണ് ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. The team include geologist, agronomist, chemist, agriculturalist, ecologist, hydrologist, meteorologist, engineers, scientists, biologists, anthropologists,
അങ്ങനെ ഒരുപാട് മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തുന്ന ടീം എന്ന് പറയുന്നത്. The time schedule for the conduct of analysis is fixed. സോ നമുക്കൊരു എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്താൻ പറയുമ്പോൾ അതൊരു ഫിക്സഡ് ടൈം ഇന്റർവെൽ ആയിരിക്കും തരുന്നത്. ആ ടൈമിനുള്ളിൽ അവര് ആ സ്റ്റഡി നടത്തി അതിന്റെ റിപ്പോർട്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യണം. So performance of the assessment. This phase of environmental impact assessment consists of following steps. So first step എന്ന് പറയുന്നത് സൈറ്റ് വിസിറ്റ് ആയിരിക്കും. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സൈറ്റ് വിസിറ്റ്. The members visit the site to determine the possibility of environmental impact of the proposed project and record the description of the environment as it exists prior to the implementation of the proposed project. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ. The adverse and beneficial effects of the proposed project and the environment are evaluated. Identification and evaluation. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രോജക്റ്റ് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. തേർഡ് സ്റ്റെപ്പ്, ഡിസ്കഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് പോസിബിൾ ആണ്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകുവാണെങ്കിൽ അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റുമോ, ആ ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് അവർ പറയാണ്. ഈ പ്രിപ്പറേഷൻ ഓഫ് ചെക്ക് ലിസ്റ്റ്, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് 6ാമത്തെ മൊഡ്യൂളിൽ. ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളിനകത്ത് ഇപ്പോൾ ജസ്റ്റ് അത് അടുത്ത ക്ലാസ്സിൽ അത് കാണിച്ചു തരാം. ആ ഒരു ചെക്ക് ലിസ്റ്റിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോയിൽ പൊല്യൂഷൻ. അപ്പോൾ സോയിൽ പൊല്യൂഷൻ 3 കാറ്റഗറിയാണ്, വെരി ലോ, മീഡിയം, ഹൈ. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ആ ചെക്ക് ലിസ്റ്റിനകത്ത് ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എയർ പൊല്യൂഷൻ ലോ, മീഡിയം, ഹൈ. ഇപ്പോൾ ഹൈ സോയിൽ പൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ആ ചെക്ക് ലിസ്റ്റിനകത്ത് ഹൈ എന്നും പറഞ്ഞ് മാർക്ക് ചെയ്യേണ്ടി വരും. So it is prepared to ensure complete coverage of all possible consequences of proposed projects so that it can be determined as to what administrative action should be taken. നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും എന്തുമാത്രം എഫക്റ്റ് ആണ് അത് കോസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, മെഷർമെന്റ് ഓഫ് എൻവയോൺമെന്റ് ഇമ്പാക്ട് ഡ്യൂ ടു ദ പ്രോജക്ട്. Measurement of environment impact. For identifying the impact of the project on environment, a checklist of the environmental attributes reflect impact on the environment. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് നമ്മൾ ആ ചെക്ക് ലിസ്റ്റ്, ഇപ്പൊ ചെക്ക് ലിസ്റ്റ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം എഫക്ട്സ് ആണ്, എന്തുമാത്രം എൻവയോൺമെന്റൽ എഫക്ട്സ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഞാൻ ആ ചെക്ക് ലിസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ചെക്ക് ലിസ്റ്റ് എന്നുള്ളത്. നമുക്ക് സിലബസിൽ പറയുന്നുണ്ട് മാട്രിക്സ് മെത്തേഡ്, ഓവർലേ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞുള്ള ചെക്ക് ലിസ്റ്റ് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെക്ക് ലിസ്റ്റ് എന്ന് കാണിച്ചു തരാം. അത് ഓപ്പൺ ആവുന്നില്ല, ഒരു സെക്കൻഡ്.
അടുത്ത ക്ലാസ്സിൽ അത് കാണിച്ചിടാം. ഫയൽ ഓപ്പൺ ആവുന്നില്ല. So next, what are the criteria for selecting environmental impact assessment methodology? Generally, the specialists on environmental impact assessment make their own methodologies for individual projects. So next പറയുന്നതാണ് preparation of environmental impact statement. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റഡി നടത്തിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്, അർബൻ ഹിസ്റ്റോറിക് ആൻഡ് കൾച്ചറൽ ക്വാളിറ്റി, direct and indirect effect, conservation and restoration, energy and resources, interference with other activities, damage minimization, comments from public and other interested parties. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ്. So it is a conclusion of environmental impact assessment. നമ്മൾ നടത്തിയ സ്റ്റഡീസിന്റെ ഒരു കൺക്ലൂഷൻ പാർട്ടാണ് environmental impact statement എന്ന് പറയുന്നത്. So it is a written statement which serves as a device to ensure that policies and goals defined by National Environmental Policy Act are infused into the ongoing program. So it is include the following items. So environmental impact statement at എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? First one, description of the site. അപ്പോൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തി അതിനൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സൈറ്റ്. സെക്കൻഡ് വൺ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് പ്രോജക്ട്, പർപ്പസ് ഓഫ് ആക്ഷൻ. തേർഡ് വൺ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ദ പ്രപ്പോസ്ഡ് പ്രോജക്ട്. ആൻഡ് ലാസ്റ്റ് ഫോർത്ത് വൺ, അൺഅവോയ്ഡബിൾ അഡ്വേഴ്സ് എഫക്ട് റിസൾട്ടിങ് ഫ്രം ദ ആക്ടിവിറ്റി. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സൈറ്റ് ആണ്. അപ്പോൾ ആ പ്രോജക്ട് നിൽക്കുന്ന സൈറ്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. Second പറയുന്ന description of the proposed project or purpose of action. Third പറയുന്ന environmental impact of the proposed project. Fourth one, unavoidable adverse effect. എന്തൊക്കെ adverse effects ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാവും. അപ്പൊ adverse effects പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? alternatives of the activity. നമുക്ക് അത് ആ രീതിയിലല്ലാതെ എന്തൊക്കെ alternative measures നമുക്ക് അഡോപ്റ്റ് ചെയ്യാം ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട്. Next, the relationship of the proposed activities to the existing land use plan. Next point, the relationship between local short-term use and long-term productivity of the resources involved. Relationship between local short-term uses and long-term productivity of the resources involved. Next, identifying the measures that can be taken in order to minimize the adverse effect. So identifying the measures that can be taken in order to minimize the adverse effect. Next point, incorporating the modifications in the proposed project. And finally, environmental impact statement written in a clear and comprehensive manner is presented to the public, competent authorities and independent experts. It is reviewed carefully before any decision is taken in favor or against the proposed project. നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിപ്പം എന്താണ് അവിടുത്തെ ലോക്കൽ അതോറിറ്റീസിന് അത് നോക്കി അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ആ പ്രോജക്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ, ആ പ്രോജക്റ്റിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുക്കണമോ, അല്ലെങ്കിൽ ആ ഇപ്പൊ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകാമോ എന്നൊക്കെ പറയാൻ പറ്റുമോ. Okay. Next one, review of environmental impact statement. So after the completion of environmental impact statement report, the law requires that public must be informed and consulted on the proposed project. The proposed project is made available to the public through press. Anyone likely to be affected by the project is entitled to have access to execute summary of the EIA. So ഇതിന്റെ ചാർട്ട് റെപ്രസെന്റേഷൻ ആണ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ആദ്യം ഫിസിക്കൽ, എക്കോളജിക്കൽ, സോഷ്യോ എക്കണോമിക്, സോ അതിന്റെ ഫാക്ട്സ് ഒക്കെ ഇൻഫോർമേഷൻ, പബ്ലിക് ഇൻവോൾവ്മെന്റ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, എന്ത് ചെയ്തു, ഡിസിഷൻ മേക്കിംഗ്, പിന്നെ അതർ ഇൻപുട്ട്, ബെനിഫിറ്റ്സ്, കോസ്റ്റ് അനാലിസിസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രയോറിറ്റീസ്.
So decision making, prioritizing problem, prioritizing action, ensuring effects, implementation. So what are the review of environmental impact statement? The affected persons may include above a project കൊണ്ട് affect ചെയ്യുന്ന ആൾക്കാർ, bonafide local residents, local associations, environmental groups active in the area, any other persons located at the project sites. They are to be given an opportunity to make oral or written suggestions. At least 1 month period is given for public inspection and submissions of the comments on the environmental impact statement. After the final review of the beneficial adverse environmental impacts and cost benefit analysis, etc., a decision is ultimately taken either to approve or reject the proposed project. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് അത് റിവ്യൂവിനായിട്ട് പബ്ലിക്കിന് കൊടുത്തു. അപ്പോൾ ആ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ, ഒരു ഫൈനൽ ഡിസിഷൻ ഓഫ് ദ പ്രോജക്റ്റ് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ഒരു 1 month, മിനിമം ഒരു 1 month ടൈമെങ്കിലും കൊടുക്കണമെന്നാണ് പറയുന്നത്, ടു ഗെറ്റ് ദ പബ്ലിക് ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ അവരാണ് അതുകൊണ്ട് കൂടുതലും അഫക്ട് ചെയ്യുന്നത്. ആ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഫാക്ടറിയിലെ വർക്കേഴ്സിനോ അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ ഓണറിനോ ഒന്നും ആയിരിക്കില്ല, ഗവൺമെന്റിനും അല്ല, അവിടുത്തെ ലോക്കൽ റെസിഡൻസ്, ആ റീജിയൻസിലെ ലോക്കൽ റെസിഡൻസിനെയാണ് അത് എപ്പോഴും അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കമന്റ്സും അവരുടെ സജഷൻസും ഒക്കെ അറിയാനായിട്ട് നമ്മൾ ഒരു 1 month എങ്കിലും അതിനൊരു ടൈം കൊടുക്കണം. ഇനി ലിമിറ്റേഷൻസ് ഓഫ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, നമ്മൾ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു, പക്ഷെ അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് environmental impact assessments. So it should be undertaken at the policy and planning level rather than at the project level. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പോളിസിയും പ്ലാനിങ് ലെവലും ആണ് കൂടുതലും അതിനകത്ത് സ്റ്റഡി ചെയ്യുന്നത്. റേഞ്ച് ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ഇൻ പ്രോജക്ട് EI is often small. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് പറയാമെന്ന് പറഞ്ഞു, പക്ഷെ ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും എന്താണ് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്സ് വളരെ ചെറിയ ഓൾട്ടർനേറ്റീവ്സ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. There is no criteria to decide what type of project are to undergo EIA. നമുക്ക് എല്ലാ പ്രോജക്ട്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് പലപ്പോഴും പല പ്രോജക്ട്സിനും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്താതെ പോകാറുണ്ട്. A lot of uncertainty, expense and delay in project clearance could be avoided as there are many projects that do not require an EIA in depth. അപ്പോൾ ചില പ്രോജക്ട്സ് നമുക്ക് വലിയ എൻവയോൺമെന്റിനെ വലുതായിട്ട് ഹാം ചെയ്യാത്ത പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റിലും എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണമെന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ആ പ്രോജക്റ്റിന് ഒരുപാട് ഡേറ്റ, അപ്പോൾ ഒരു സ്റ്റഡി നടത്താൻ നമുക്കൊരു മിനിമം പീരീഡ് ഓഫ് മന്ത്സ് കൊടുക്കും. ആ മന്ത് കഴിഞ്ഞ് അതിന്റെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് അത് പബ്ലിക് റിവ്യൂവിനൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ആ പ്രോജക്റ്റ് തുടങ്ങാനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൻ ടേൺ അതിന്റെ ഓണർ, ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിക്കൊക്കെ അത് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിനുള്ള കാരണമാകും. So lack of comprehensive environmental information based limitation of time, manpower and financial resources make EIA very complicated and time consuming. So lack of comprehensive environment information based limitation of time, manpower and financial resources make EIA very difficult. പിന്നെ പറയുന്ന ലിമിറ്റേഷൻസ് അത് വരുന്നതാണ്, more research and development of improved methodologies is required. Then EIA reports are too academic, bureaucratic and lengthy, containing too many tables of collected data without any data analysis, interpretation and environmental implications. In actual practice, EIA ends immediately after project clearance and no follow-up actions is taken. അപ്പോൾ അത് ജസ്റ്റ് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ആ സ്റ്റേജിൽ ഒരു കമ്പനി അവരുടെ പുറത്തുള്ള വേസ്റ്റും അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സും ഒക്കെ എൻവയോൺമെന്റൽ ഹസാർഡസ് അല്ല എൻവയോൺമെന്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തതാണെന്നൊക്കെ അവര് പറയും. പക്ഷേ എന്താണ്, ആ ഒരു രീതിയിൽ നമ്മൾ പ്രോജക്റ്റിന് അപ്രൂവലിന് കൊടുക്കും, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി അവിടെ കൊണ്ട് നമ്മൾ നിർത്തും. പക്ഷെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ മന്ത്സ് എന്തായിരിക്കും, ആ രീതിയിലായിരിക്കില്ല ആ കമ്പനി റൺ ചെയ്തു. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. It does not incorporate the strategies of preventing environmental interventions.
These issues of resource conservation, waste minimization by byproduct recovery, or improvement in efficiency of equipment need to be pursued as its explicit goal in environmental impact assessment. So next, role of EIA in sustainable development. So EIA in sustainable development നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തുന്നത്, എന്തൊക്കെ ലിമിറ്റേഷൻസ് വരും, എന്താണ് അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം.